കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ആരോപണം. ജൂൺ 30-ന് ബസ് തൊഴിലാളികൾ കളക്ടറേറ്റ് ധർണ നടത്തും. പ്രിയദർശിനി വന്നതോടെ നമ്മൾ മൊത്തം ഔട്ടാണ്. നമ്മൾ വോട്ട് ചെയ്ത കൈക്കന്നെ തിരിച്ചുപോത്തി. ബഹുമാനപ്പെട്ട മന്ത്രി ഒരുപാട് നന്ദി. സർക്കാർ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതോടെ സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കി കെഎസ്ആർടിസി ബസ്സുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നതെന്നും ഇതുമൂലം സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ടായെന്നും സ്വകാര്യ ബസ് ജീവനക്കാർ ആരോപിച്ചു. ഒരാൾ പോലും ഇതിൽ കയറാനില്ല. ഫുള്ള് ഓട്ടം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മലയാളിക്ക് ഒന്നും കിട്ടാൻ വഴിയില്ല. ഞങ്ങൾക്ക് പണിക്കാർക്കും കിട്ടാൻ വഴിയില്ല സാറേ. എന്തെങ്കിലും ഒരു തീരുമാനമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു സാറേ. ഇത് സാറേ വണ്ടിയിലൊന്ന് കയറി നോക്കൂ സാറേ. അതാ ഈ വണ്ടിൻ്റെ അവസ്ഥ നോക്കൂ. രണ്ടാളാണ് ആ കൂടി ഉള്ളത്. ഇത് പോണത് പത്തിരിപ്പാലയ്ക്കാണ് പോണത്. മുമ്പ് സീറ്റിംഗ് ആളായിട്ട് ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടാൻ വഴിയില്ല സാറേ. പ്രിയദർശിനി വന്നതോടെ നമ്മൾ മൊത്തം ഔട്ടാണ്. നമ്മൾ വോട്ട് ചെയ്ത കൈക്കന്നെ തിരിച്ചുപോത്തി. ബഹുമാനപ്പെട്ട മന്ത്രി ഒരുപാട് നന്ദി. വരുമാനക്കുറവ് മൂലം നിരവധി സ്വകാര്യ ബസ് ഉടമകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ജീവനക്കാർക്ക് കൃത്യമായി വേതനം നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ജീവനക്കാർ പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായത്തെയും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും തൊഴിലാളികളുടെ തൊഴിലും ഉപജീവനവും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. അതായത് ഇപ്പം നമുക്ക് ഒരു ഡെയിലി ഒരു 10,000 രൂപ 12,000 രൂപ കളക്ഷനാകുന്ന വണ്ടിക്ക് ഇപ്പം നിലവിലൊരു 5,000 രൂപയോളം ഷോർട്ടാണ്. അതിലിപ്പോൾ നമ്മുടെ സർക്കാർ ടാക്സ് കുറച്ചു പറഞ്ഞു. അതിൽ ഒരു ദിവസത്തേക്ക് നമ്മൾ കണക്കൂട്ടി വെച്ച് നോക്കുമ്പോൾ 150 രൂപയോളം നമുക്ക് കിട്ടുന്നുണ്ട്. 5,000 കളഞ്ഞിട്ടാണ് ഈ 150 കിട്ടുന്നത്. അതിൽ നമുക്ക് എന്താ ബെനിഫിറ്റ്? അല്ലെങ്കിൽ ഡീസലിൻ്റെ ടാക്സ് കുറച്ച് തരിക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുതലാളിക്ക് എന്തെങ്കിലും 500-600 നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടും. സർവീസ് നിലനിർത്തണം, പണിക്കാരെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിണറായി സാറ് ഭരിക്കുമ്പോൾ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല സാറേ. സതീശൻ സാറ് ഭരിക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. പിണറായി സാറ് ഭരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സാറേ. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. പരാതിയൊന്നുമില്ല, ഫ്രീ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഞങ്ങളെയും കൂടി കാണണം സർക്കാർ, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കെഎസ്ആർടിസി പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നാരോപിച്ച പാലക്കാട് ജില്ലാ പ്രൈവറ്റ് ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം ജൂൺ 30-ന് കലക്ടറേറ്റ് ധർണ നടത്തും. സർക്കാരിന്റെ അശാസ്ത്രീയ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധമെന്ന് നേതാക്കൾ അറിയിച്ചു. കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയിലെ ഏകദേശം 12,000-ഓളം ബസ്സുകളാണ് കേരളത്തിലെ 14 ജില്ലകളിൽ സർവീസ് നടത്തുന്നത്. ആ ബസ് ഓരോ ദിവസവും പ്രതിദിനം കളക്ഷൻ കുറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ജോലി വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഇന്ന് പട്ടിണിയിലാണ്. നമുക്കറിയാം, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മോട്ടോർ വ്യവസായ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടിയൊന്നും എടുക്കാതെ ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് ഒരു ആലോചനയും ചെയ്യാതെ ഒരു തീരുമാനമെടുത്താണ് പ്രിയദർശിനി എന്നുള്ള കെഎസ്ആർടിസിയിലെ വനിതകൾക്ക് ഫ്രീ സർവീസ് എന്നുള്ള നിലയ്ക്ക് നടത്തിയതോടുകൂടി പ്രൈവറ്റ് ബസ് മേഖലയിൽ ആകെ കയറുന്ന സ്ത്രീകൾ മാത്രമാണ് കൂടുതലും. പക്ഷേ ഇന്ന് ആ മേഖലയിലെ ഓരോ ദിവസവും ഓരോ വണ്ടികളും കളക്ഷനില്ലാതെ, ശമ്പളമില്ലാതെ തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വലിയ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, ഡീസലിൻ്റെ വില വർദ്ധിച്ചു. അതേപോലെ തന്നെ ഗവൺമെൻറ് പറയുന്നത് ടാക്സ് കുറച്ചു എന്നുള്ളതാണ്. ഒരു ദിവസം 70 ലിറ്റർ ഡീസൽ അടിക്കുന്ന വണ്ടിയിൽ ഒരു മാസം കണക്കെടുത്തു കഴിഞ്ഞാൽ 14,500 രൂപയാണ് പ്രതിമാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ബസ് മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ബസ് സംഘം ഈ വരുന്ന 30-ാം തീയതി പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് ധർണയും മാർച്ചും വച്ചിരിക്കുകയാണ്. ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട്, ഗതാഗത മന്ത്രി, മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ തൊഴിലാളികളെയും ഈ വ്യവസായത്തെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ BMS ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലും ശക്തമായ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.